പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വേദ പറയുകയാണ് വിക്രം ആ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കുക തന്നെ വേണം. അപ്പോൾ നന്ദിനി പറയാം, തെളിയിച്ചിട്ട് എന്ത് കാര്യം, ഈ നാട്ടുകാരൊക്കെ വിശ്വസിക്കുന്നു തോന്നുന്നുണ്ടോ? അപ്പോൾ ശ്രീജ പറയുകയാണ്, വിശ്വസിക്കും. വിക്രമിനെ പണ്ട് തൊട്ടേ അറിയാവുന്ന ആളുകളല്ലേ ഇവിടെ ഉള്ളതല്ല. അപ്പോൾ അവരൊക്കെ വിക്രമിനെ മനസ്സിലാക്കാതിരിക്കില്ല, അവരൊന്നും വിശ്വസിച്ചിട്ടില്ലെന്നാ എനിക്ക് എന്തായാലും ഉറപ്പ്. അപ്പോൾ വേദ പറയാം, അതെ, ഈ കാര്യം ആരായാലും എന്തായാലും വിശ്വസിക്കാൻ പോകുന്നില്ല. വിക്രം ഒരിക്കലും ഈ തെറ്റ് ചെയ്യില്ല. എന്നിട്ട് സുധാരാ മാഷിനോട് പറയുകയാണ്, അച്ഛാ ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാം. അപ്പോൾ മാഷ് ഇതൊക്കെ കേട്ടിട്ട് പറയാ, മോളെ നീ ദുരിതം അനുഭവിച്ച് ഇനിയും ഈ വീട്ടിൽ തന്നെ കഴിയാനാണോ നീ തീരുമാനിച്ചിരിക്കുന്നത്? അവൻ ഒരിക്കലും നന്നാവില്ലെന്ന് തീരുമാനിച്ചതാ. അതുപോലെ നീയും നശിച്ചു പോകരുത്. എന്തിനാ അവന് വേണ്ടി നീ നിന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്നത്? നീ നിന്റെ ജീവിതം ഒരു പരീക്ഷണ വസ്തു ആക്കരുത് മോളെ. നീ ഇങ്ങനെ നടന്ന് കഷ്ടപ്പെടുന്നത് എന്തിനാ? ഇതൊക്കെ കേട്ടിട്ട് വേദ പറയുകയാണ്, അച്ഛാ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യനുള്ള ഒന്നാണ് പരീക്ഷ. ആ പരീക്ഷ വിജയിക്കാൻ മനുഷ്യനെ കൊണ്ടേ കഴിയൂ. അതിന് നമ്മൾ ഏതറ്റം വരെ പോയില്ലേ, അതുപോലെ തന്നെയാ ഈ പരീക്ഷ വിജയിക്കാൻ ഞാൻ പരിശ്രമിക്കും. പിന്നെ ഞാൻ പോയിട്ട് വരാച്ചേ, ഉറപ്പായിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. എന്നിട്ട് വേദ പറയുകയാണ്, ജനലുകളും വാതിലുകളും എല്ലാം തുറന്നു തന്നെ കിടക്കട്ടെ. ഇത്രയും പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകുന്നു. മാഷാണെങ്കിൽ ദേഷ്യം വന്ന് അകത്തേക്ക് കയറി പോകുന്നു. അമ്മ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ശ്രീജ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് നന്ദിനി വിനായനോട് റൂമിലെത്തിയിട്ട് പറയുകയാണ്, വിനേട്ടന് തോന്നുന്നുണ്ടോ അവൾ പരിശ്രമിച്ച് അവനെ പുറത്തു കൊണ്ടുവരുമെന്ന്? എനിക്ക് ഒരു ഉറപ്പുമില്ല. ഈ ഒരു കേസിൽ എന്തായാലും ജീവപര്യന്തം കിട്ടും. അപ്പോൾ പെട്ടെന്ന് വിനായൻ പറയാം, ഒന്ന് അടങ്ങടി, അത്രയൊന്നുമില്ല, 7 വർഷമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പോൾ നന്ദിനി പറയാം, രക്ഷപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഈ 7 വർഷം എന്തായാലും അവളിവിടെ നിൽക്കുമെന്ന് തോന്നുന്നില്ലല്ലോ. അച്ഛൻ എന്തായാലും അവളെ ഇവിടെ നിർത്താനും പോകുന്നില്ല. അതിനർത്ഥം അവൾ ഒരു വെടിക്ക് 2 പക്ഷി. അപ്പോൾ അവനും അവളും പുറത്താവും. എനിക്ക് വേണ്ടി നിങ്ങൾ ഇതെങ്കിലും ഒന്ന് ചെയ്തതാ മനുഷ്യ എന്ന് പറയുമ്പോൾ വിനായൻ പറയാം, അതേടി നിനക്ക് വേണ്ടി എൻ്റെ അനിയൻ്റെ ഭാര്യയെ ഇവിടുന്ന് ഞാൻ അടിച്ചിറക്കി തരാം, ഒന്നും മിണ്ടായിരിക്കുന്നുണ്ട്. അപ്പോൾ നന്ദിനി പറയും, ഈശ്വര 7 വർഷം എന്തായാലും അത് സംഭവിക്കണേ. അവൻ ജയിലിൽ കിടന്ന 2നെ ഇവിടെ കാണണ്ട, എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ. എന്നിട്ട് നേർച്ച നേരാൻ പോകുമ്പോൾ വിനായൻ പറയാം, ഓ പിച്ചക്കാശ് നേരല്ലേടി, പിന്നെ അത് തിരിച്ചടിക്കും. അപ്പോൾ നന്ദിനി മിണ്ടാതിരിക്കുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് വിക്രമിൻ്റെ ഫ്രണ്ട്സ് ചെന്ന് ശ്രീകാര്യം ശ്രീനിവാസനോട് കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ശ്രീകാര്യം ശ്രീനിവാസൻ പറയാണ്, ഇപ്പോഴാണോ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്? അപ്പോൾ തന്നെ എന്നെ അറിയിക്കണ്ടേ? ഇങ്ങനെയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യും? ഇതൊരു പെണ്ണ് കേസാണല്ലോ, 3 പെണ്ണുങ്ങളാണ് അവൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ഈ സമയത്ത് ശ്രീകാര്യം ശ്രീനിവാസൻ്റെ ഭാര്യ വരുമ്പോൾ പെട്ടെന്ന് അയാൾ കണ്ണടച്ച് കാണിക്കുമ്പോൾ വിക്രമിൻ്റെ ഫ്രണ്ട്സ് ഒന്നും മിണ്ടാൻ നിൽക്കുകയാണ്. അപ്പോൾ സുധ ചോദിക്കുക, എന്താ നിങ്ങളെന്താ പ്രത്യേകിച്ച് എന്താ ഒന്നുമില്ലെന്ന് പറയുമ്പോൾ, ചായ ഇടട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയുമ്പോൾ സുധ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ശ്രീകാര്യം ശ്രീനിവാസൻ ചോദിക്കുകയാണ്, ഇനി ഈ പെണ്ണ് കേസ് ഉള്ളത് വല്ല ആണോ? ഈ ഇത്തരം കേസുകളിൽ ചെന്ന് പെട്ടാലേ നമ്മളും തലയിട്ട് കൊടുത്താൽ പ്രശ്നം രൂക്ഷമാവും. അപ്പോൾ ഫ്രണ്ട്സ് പറയുകയാണ്, ഒരിക്കലുമില്ല, വേദയോട് പോലും അവൻ നല്ല രീതിയിലൊന്നും പെരുമാറുകയില്ല. പിന്നെ ഈ പെണ്ണിൻ്റെ കാര്യം അവൻ ഞങ്ങളോട് പറഞ്ഞിട്ട് പോലുമില്ല. എന്തായാലും ഇത് കള്ളക്കേസ് തന്നെയാണ്. അപ്പോൾ ശ്രീനിവാസൻ പറയാണ്, അതെനിക്ക് ഉറപ്പായി, എന്തായാലും എന്തെങ്കിലും ചെയ്യണമെന്ന് ഫ്രണ്ട്സ് പറയുമ്പോൾ ശ്രീനിവാസൻ പറയുകയാണ്, ശരി ഞാൻ വക്കീലിനെ വിളിച്ചിട്ട് ഉടനെ തന്നെ പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. അപ്പോൾ അവർ സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുമ്പോൾ ശ്രീനിവാസൻ ഫോൺ എടുത്ത് വക്കീലിനെ വിളിക്കുമ്പോൾ സുധ ചോദിക്കുക, നിങ്ങൾ എന്താ വക്കീലിനെ വിളിച്ചാണ് ഇറക്കാനുള്ള ഉദ്ദേശമാണോ? എങ്കിലേ അത് വേണ്ട, നിങ്ങൾക്കൂടെ ചീത്തപ്പേരുണ്ടാകാൻ പോകുന്നത്. ഇത്തരം കേസ് എന്തായാലും നടന്നു തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അവൻ തന്നെ അവൻ്റെ നിരപരാധിത്വം തെളിയിച്ച് പുറത്തിറങ്ങി വരട്ടെ. നിങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടാൻ പോകണ്ട, ഞാൻ പറയുന്നത് അതേപോലെ അനുസരിച്ചാൽ മതി. എന്തിനാ ആവശ്യമില്ലാത്തതിലൊക്കെ ചെന്ന് കയറി നിങ്ങൾക്കൂടെ ചീത്തപ്പേരുണ്ടാവുന്നത്? വാ കഴിക്കാം. എന്നിട്ട് ഫോണും മേടിച്ച് സുധ അവിടെ നിന്ന് പോന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് വേദയുടെ അച്ഛൻ വാർത്തയൊക്കെ വായിച്ചിട്ട് സങ്കടത്തോടെ പറയുകയാണ്, എന്തായാലും അവൾ ഇത് ഇത്രയും നാളും ഒരു ഗുണ്ടയുടെ ഒപ്പം ഒളിച്ചോടിയെന്നായിരുന്നു വാർത്ത. ഇനിയിപ്പോൾ ഗുണ്ട വേറൊരു പെണ്ണിനെ പീഡിപ്പിച്ചെന്ന കേസും. ഇനിയിപ്പോൾ എനിക്ക് സഹപ്രവർത്തകരോടോ ആരോടും സംസാരിക്കാൻ പറ്റാത്തത്ര നാണക്കേടുണ്ടാക്കി വെച്ചില്ലേ? അവൾ ഇറങ്ങിപ്പോയത് കാരണം ഇതെല്ലാം സംഭവിച്ചത്. എല്ലാം ഞാൻ മറന്നു വരുമായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ കൊണ്ട് ഇതെല്ലാം ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇതൊക്കെ വാർത്ത സത്യമല്ലെന്ന് മുത്തശ്ശി പറയുമ്പോൾ ശ്രീകാന്ത് പറയാണ്, പിന്നെന്താ ഈ വാർത്തയൊക്കെ ചുമ്മാ അങ്ങ് അച്ചടിച്ചു വരുമോ? ഇത് ഉള്ളത് തന്നെ ആയിരിക്കും, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ അച്ഛൻ പറയുകയാണ്, എന്തായാലും എനിക്കിനി നല്ല കാലം തന്നെ. ആരുടെയും മുന്നിൽ തലയുയർത്തി നടക്കാൻ പറ്റില്ലല്ലോ. ഇത്രയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് വേദ ഓട്ടോയിൽ വന്ന് അവിടെ ഇറങ്ങുന്നു. അങ്ങനെ വേദയുടെ സൗണ്ട് കേട്ടിട്ട് പെട്ടെന്ന് ദീപ്തി ചെന്ന് കഥ തുറന്നു നോക്കുമ്പോൾ വേദയെ കാണുന്നു. ദീപ്തി മനസ്സിൽ പറയാണ്, ഈ ചേച്ചിക്ക് വരാൻ കണ്ട നേരെ എന്തിനാണോ ഇപ്പം വന്നത്? എന്നിട്ട് ദീപ്തി ചിരിച്ചുകൊണ്ട് പറയാം, ചേച്ചി അകത്തേക്ക് വാ. അപ്പോൾ വേദ പറയാം, വേണ്ട, ചേട്ടനും അച്ഛനും ഒക്കെ ഇല്ലേ, അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി. അങ്ങനെ വേദയുടെ സൗണ്ട് കേട്ട് എല്ലാവരും ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് ശ്രീകാന്ത് ചോദിക്കുക, എന്താ നിനക്ക് പറയാനുള്ളത്? അപ്പോൾ വേദ പറയുകയാണ്, ഞാൻ ഇതൊന്നും ഇവിടെ പറയണ്ടെന്ന് വിചാരിച്ചതാ. എന്നിട്ടും ഈ കള്ളക്കേസിൽ ഏട്ടൻ്റെ എന്തെങ്കിലും ഇടപാടുണ്ടോ എന്ന് എനിക്കറിയണം. അപ്പോൾ ശ്രീകാന്ത് പറയും, എന്താടി നീ പറയുന്നത്? ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ശങ്കരനാരായണൻ്റെ മകളായിട്ടല്ല, വിക്രം സുധാകരൻ്റെ ഭാര്യയായിട്ടാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയും,
സ്വന്തം അച്ഛനെ തള്ളി പറഞ്ഞാലും നിനക്ക് അവൻ തന്നെയാ വലുതല്ലേ. അപ്പോൾ ദീപ്തി പറയുകയാണ്, എന്തായാലും ചേച്ചിക്ക് ഈ കാര്യത്തിൽ നാണക്കേടില്ലെങ്കിലും ഞങ്ങൾക്കെല്ലാം നാണക്കേടാണ് വിക്രമിന്റെ പേരും പറഞ്ഞ് പുറത്തിറങ്ങി നടക്കാൻ. അപ്പോൾ പെട്ടെന്ന് വേദ പറയുകയാണ്, എന്താ സംഭവിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തൊക്കെയോ വിക്രമിനെ ആരോ പെടുത്തിയതാണ്. വിക്രം ഒരിക്കലും ഈ തെറ്റ് ചെയ്യില്ല. ഞാൻ വിക്രം സുധാറിന്റെ ഭാര്യയാണ്. വിക്രം ഈ തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ശ്രീകാന്ത് ഏട്ടൻ ഒരിക്കൽ കൊല്ലാൻ നോക്കിയതല്ലേ, അത് നടക്കാഞ്ഞിട്ടായിരിക്കും ചീത്തപ്പേരുണ്ടാക്കി കൊടുത്തത്. അങ്ങനെ എല്ലാവരും കാര്യം തിരക്കുമ്പോൾ വേദ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. വിക്രമിനെ കൊല്ലാൻ നോക്കിയതും ഈ കല്യാണം നടക്കാതിരിക്കാൻ നോക്കിയത് ശ്രീകാന്താണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് വേദയുടെ അച്ഛനും ആ കാര്യം ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയാം, ഒരിക്കലും ഇല്ല അച്ഛൻ, ഞാൻ ഒരിക്കലും ആ തെറ്റ് ചെയ്തിട്ടില്ല. അല്ല, അച്ഛനോട് ഇത് ആരാ പറഞ്ഞത്? അപ്പോൾ പെട്ടെന്ന് ശങ്കരനാരായണൻ പറയാം, അത് പിന്നെ എന്നോട് ആ ശ്രീനിവാസനാ പറഞ്ഞത്. ഇത് കേട്ടിട്ട് ശ്രീകാന്ത് പറയാം, ആ അപ്പോൾ രണ്ടുപേരുടെ കളിച്ചതാ. ഏതോ കൊലക്കുറ്റത്തിന് അവനെ കൊല്ലാൻ വന്നവരെ രക്ഷിക്കാൻ വേണ്ടി അത് എൻ്റെ തലയിൽ വെച്ച് തന്നു. അത് തന്നെ സംഭവിച്ചത്. അപ്പോൾ വേദ പറയാം, എന്തായാലും പെട്ടെന്നൊരു കഥ ചമഞ്ഞെടുക്കുന്നതിന്റെ സന്തോഷത്തിലായിരിക്കും ശ്രീകാന്തട്ടെ. എങ്കിൽ പിന്നെ അവർ രണ്ടുപേരും പറഞ്ഞപ്പോൾ എന്തിനായിരിക്കും വർഷേച്ചിയുടെ അച്ഛൻ്റെ പേര് പറഞ്ഞത്? ഒരിക്കലും വർഷേച്ചിയുടെ അച്ഛൻ്റെ പേര് ഇതിൽ പറയേണ്ട കാര്യമില്ലല്ലോ. കോമൺ സെൻസ് ഉള്ളവർക്ക് കാര്യം മനസ്സിലാവും. ഇതിന്റെ കാരണം ശ്രീകാന്തേട്ടൻ തന്നെയാണ്. വേദയുടെ അച്ഛൻ പറയുകയാണ്, അപ്പോൾ പോലീസിന്റെ കയ്യിലുള്ള തെളിവുകളോ? ഞാൻ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ പോലീസിനെ വിളിച്ച് അന്വേഷിച്ചിരുന്നു. ആ പെൺകുട്ടിയുടെ ഫോണിലെ അവന്റെ ഫോട്ടോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാക്ഷിയായിട്ട് ആ പെൺകുട്ടിയുണ്ട്. ഇത്രയും സാക്ഷികൾ ഉണ്ടായിട്ടാണോ നീ ശ്രീകാന്തിനെ കുറ്റം പറയുന്നത്? എന്ത് കാര്യത്തിനാണ് അവൻ രാത്രിയിൽ ആ വീട്ടിൽ ചെന്ന് കയറിയത്? ആ പെൺകുട്ടിക്ക് എന്തായാലും ആള് മാറിയിട്ടില്ലല്ലോ. നിന്റെ മുന്നിൽ കൂടെയല്ലേ അവരെ നാട്ടുകാരെല്ലാവരും അവനെ ചേർന്ന് പിടിച്ചത്. പിന്നെന്തിനാ നീ ഇങ്ങനെ സംശയിക്കുന്നത്? അപ്പോൾ വേദ പറയുകയാണ്, വിക്രം ഒരിക്കലും ഈ തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിക്രമിനെ ഇറക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. ഇതിലെ സത്യം ഞാൻ കണ്ടുപിടിക്കും. പക്ഷേ ആ തെറ്റ് ആരെങ്കിലും വിക്രമിനോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഏട്ടനായാൽ പോലും ഞാൻ ആ തെറ്റ് കണ്ടുപിടിച്ചിരിക്കും. അതിൽ ഏട്ടൻ്റെ പേര് വരാൻ പാടില്ല എന്ന് വേദ ഒരു മുന്നറിയിപ്പൂടെ നൽകിയിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകുന്നു. വേദ പോകുന്ന കാണുമ്പോൾ അമ്മ തടയാനായിട്ട് ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ശങ്കരനാരായണൻ അമ്മയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. എന്നിട്ട് ശ്രീകാന്തിനെ ഒന്ന് നോക്കുമ്പോൾ ശ്രീകാന്ത് പറയും, ഇല്ല അച്ഛാ, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല, എന്നെ വിശ്വസിക്ക്, അവൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ. അപ്പോൾ ശങ്കരനാരായണൻ ഒന്നും മിണ്ടാകാതെ അകത്തേക്ക് കയറി പോകുന്നു. അങ്ങനെ എല്ലാവരും അകത്തേക്ക് കയറി പോകുന്ന കാണുമ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ അവിടെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്.